സംസ്ഥാനത്തെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ ഇടപെടൽ. കർഷകരുടെ എല്ലാ വായ്പകൾക്കും ഈ വർഷം ഡിസംബർ 31 വരെ മൊറട്ടോറിയം നീട്ടിയത് ബാങ്കുകൾ തത്വത്തിൽ അംഗീകരിച്ചു. ഈ കാലയളവിൽ വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകില്ല. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കുകൾ സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സംസ്ഥാനതല ബാങ്ക് സമിതി പ്രതിനിധികളുടെ യോഗത്തിന്റേതാണ് തീരുമാനം. പ്രളയത്തെ തുടർന്ന് വിളകൾ നശിച്ചു ദുരിതത്തിലായ കർഷകർക്ക് ആശ്വാസമേകുന്നതാണ് സർക്കാരിന്റെ ഇടപെടൽ. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ ജപ്തി നടപടികൾ ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം ബാങ്കുകൾ അംഗീകരിച്ചു. കടാശ്വാസ പരിധി 2 ലക്ഷമാക്കിയതും ബാങ്കേഴ്സ് സമിതി അംഗീകരിച്ചതായി കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. കർഷകരെടുത്തിരിക്കുന്ന കാർഷിക ലോണുകൾ മാത്രമല്ല, കർഷകര് കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള കർഷകരെടുത്തിരിക്കുന്ന കാർഷികേതര ലോണുകൾ അടക്കമുള്ള എല്ലാ ലോണുകൾക്കും ഡിസംബർ മാസം 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം SLBC യോഗത്തിൽ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുന്ന മേഖലകളിൽ, ആ പ്രദേശങ്ങളിൽ ടൈം ബാർ അവർക്ക് വെയ്വ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷികേതര വായ്പകളിൽ സർഫാസി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും എടുക്കില്ലെന്ന് ബാങ്കുകൾ സർക്കാരിന് യോഗത്തിൽ ഉറപ്പു നൽകി. ഇതിനായി റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി വാങ്ങാനും തീരുമാനമായി. വാണിജ്യ പൊതുമേഖലാ ബാങ്കുകളെ കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ കൊണ്ടുവരണമെന്ന സർക്കാർ ആവശ്യം ബാങ്കേഴ്സ് സമിതി സ്വാഗതം ചെയ്തു. ഇടുക്കിയിലെ സ്ഥിതിഗതികൾ നാളെ കൃഷിമന്ത്രി വി.എസ്. സുനിൽകുമാർ ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വിലയിരുത്തും. പഞ്ചായത്ത് തലത്തിലും ഇനി കർഷകരുടെ യോഗം വിളിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഒന്നിച്ചിരുത്തിയാകും യോഗം നടത്തുക. നേരത്തെ വായ്പയെടുത്ത കർഷകർക്ക് പുതിയ വായ്പ നിഷേധിക്കരുതെന്നും ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാകും നടപ്പാക്കുക. ഇതിനായി ഈ മാസം 12-ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ RBI ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അയോധ്യയിലെ ഭൂമി തർക്കം മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കുന്ന കാര്യത്തിൽ ഉത്തരവിടാനൊരുങ്ങി സുപ്രീംകോടതി. മധ്യസ്ഥത സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് ഇന്ന് വൈകുന്നേരം വരെ കോടതി സമയം നൽകി. മധ്യസ്ഥതയെ സുന്നി വഖഫ് ബോർഡ് അനുകൂലിച്ചപ്പോൾ ഹിന്ദു മഹാസഭയും രാംലല്ലയും ഉത്തർപ്രദേശ് സർക്കാരും എതിർത്തു. അയോധ്യയിൽ തർക്കത്തിലുള്ള 2.77 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് 6 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ആഴ്ച മാറ്റിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രേഖകളുടെ തർജ്ജമയുടെ കൃത്യത സുന്നി വഖഫ് ബോർഡിന് പരിശോധിക്കാൻ വേണ്ടിയാണ് കേസ് മാറ്റിയത്. ഈ കാലയളവിനുള്ളിൽ തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമോ എന്നാണ് കോടതി നോക്കുന്നത്. കേസിൽ വാദം കേൾക്കുന്നതിനിടെ സമവായ നീക്കമെന്ന ആശയം ജസ്റ്റിസ് S.A. ബോബ്ഡെയാണ് മുന്നോട്ട് വെച്ചത്. അയോധ്യ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും തർക്കം പരിഹരിക്കാൻ കോടതി മേൽനോട്ടത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ ഈ നീക്കം. ഇത് ഭൂമി തർക്കമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സമവായത്തിന് 1% സാധ്യതയുണ്ടെങ്കിൽ അതും പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. മധ്യസ്ഥ ചർച്ചകൾ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്നായിരുന്നു സുന്നി വഖഫ് ബോർഡിന്റെ പ്രതികരണം. നിർദ്ദേശത്തോട് രാമജന്മഭൂമി ന്യാസ് ഉൾപ്പെടെയുള്ള ഹിന്ദു കക്ഷികൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. തുടർന്നാണ് ഈ വിഷയം മാത്രം തീരുമാനമെടുക്കാൻ കേസ് ഇന്ന് പരിഗണിക്കാൻ നിശ്ചയിച്ചത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ചർച്ചകൾക്ക് അനുകൂലമായി ഉത്തരവിടുകയാണെങ്കിൽ കോടതി തന്നെ മധ്യസ്ഥനായി ഒരാളെ നിയോഗിക്കും. മധ്യസ്ഥയിലൂടെ വിഷയം പരിഹരിച്ചൂടെയെന്ന മുൻ ചീഫ് ജസ്റ്റിസ് JS ഗഹാർ നേരത്തെ ചോദിച്ചിരുന്നു. തുടർന്ന് ശ്രീ രവിശങ്കറിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി അയോധ്യ കേസ് അന്തിമമായി തീർപ്പാക്കാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ചിറകിനടിയിലൊളിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും കോടതി. അഴിമതി ജുഡീഷ്യറിയുടെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കാൻ രാജ്യസുരക്ഷ കാരണമാക്കാൻ കഴിയില്ല. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്ന് എന്തെല്ലാം ക്രമക്കേടുകളാണ് സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തിരിച്ചടിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. കൃഷ്ണ, അറ്റോർണി ജനറൽ K.K. വേണുഗോപാലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്ന് ഹാജരായത്. ഇന്ന് പ്രധാനമായും അറ്റോർണി ജനറലിന്റെ വാദം നിന്നത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ലംഘിച്ചുകൊണ്ടാണ് റഫേലുമായി ബന്ധപ്പെട്ട പ്രതിരോധ രേഖകൾ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന റിവ്യൂ പെറ്റീഷൻ അതുകൊണ്ട് തന്നെ ഡിസ്മിസ് ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതായത് മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ഹർജികൾ പരിഗണിക്കാനാകില്ല
എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗം. കേന്ദ്ര സർക്കാർ രാവിലെ തന്നെ അറിയിച്ചിരുന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് റഫേലുമായി ബന്ധപ്പെട്ട രേഖകൾ മോഷ്ടിക്കപ്പെട്ടു. ആ മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിവ്യൂ ഹർജി സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ എത്തിയിരിക്കുന്ന ഹർജി പരിഗണിക്കാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ. ഇതാണ് സുപ്രീം കോടതി തിരിച്ചടിച്ചത്. നിങ്ങൾ ഇപ്പോൾ റിവ്യൂ ഹർജിയുടെ വാദത്തിൽ നിന്ന് മാറി ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഉയർത്തി റാഫേലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ റിവ്യൂ ഹർജിയിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ വാദത്തിനിടയിൽ സുപ്രീം കോടതി പരാമർശമായി പറഞ്ഞത്. പക്ഷേ അറ്റോർണി ജനറൽ ഇപ്പോഴും ഈ കോടതി ഇലക്ഷൻ നടപടികൾ ഈ ഹർജിക്കാർക്കെതിരെ എടുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് ഹർജിക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ എന്നാണ്. എന്നാലും വലിയ വാദങ്ങളാണ്, മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വാദമാണ് ഇപ്പോൾ റാഫേൽ റിവ്യൂ പെറ്റീഷനിൽ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി സുപ്രീം കോടതി റിവ്യൂ പെറ്റീഷന്റെ വാദത്തിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ആദ്യം ചൂണ്ടിക്കാണിച്ചത്, കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആദ്യം ചൂണ്ടിക്കാണിച്ചത് റാഫേലുമായി ബന്ധപ്പെട്ട് ഹിന്ദു ദിനപത്രത്തിലും മറ്റൊരു ദേശീയ ദിനപത്രത്തിലും വന്ന വാർത്തകൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത് പ്രതിരോധ വകുപ്പിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട രേഖകളാണ്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിവ്യൂ പെറ്റീഷൻ എന്നായിരുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര സർക്കാർ വാദിച്ചത് അങ്ങനെയുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 2004 പസായത്ത് ജഡ്ജ്മെന്റ് പ്രകാരം മറ്റൊരു ജഡ്ജ്മെന്റ് കൂടി വായിച്ചു. ഈ ജഡ്ജ്മെന്റ് പ്രകാരം ഇത്തരത്തിൽ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അവലംബിക്കേണ്ട ഒരു കേസായി മാറിയിരിക്കുന്നു. ഇതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഈ രേഖകൾ പുറത്തു വന്നവർക്കെതിരെ ശക്തമായ നടപടി എടുത്തേ മതിയാവുകയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്തായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നിർണായകമായ പരാമർശം നടത്തിയത് വാദിഭാഗം ഉയർത്തി കാണിക്കുന്നുണ്ട്. എന്തായാലും വാദം ഇപ്പോഴും തുടരുകയാണ്. സന്തോഷ്, ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ട രേഖകളാണെങ്കിൽ കൂടി അത് രേഖകൾ എത്തരത്തിൽ കിട്ടി എന്നുള്ളത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമാണോ? കാരണം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണ്, ഇത് പരിഗണിക്കരുത് എന്ന് 2004 വിധിയുടെ അടിസ്ഥാനത്തിൽ വാദിക്കുമ്പോഴും രേഖകളുടെ ഒരു ഉറവിടം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമോ? ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ അറ്റോർണി ജനറൽ വാദിക്കുന്നത് അത് തന്നെയാണ്. അതൊരു നിയമ പോരാട്ടം തന്നെ, അതൊരു നിയമ വിഷയമാണ്. അറ്റോർണി ജനറൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം, ഇന്ത്യൻ ലോ അനുസരിച്ച് രേഖകൾക്ക് ലഭിച്ച സോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സുപ്രീം കോടതി പരിഗണിച്ചേ മതിയാവുകയുള്ളതാണ്. പക്ഷെ സുപ്രീം കോടതി ബെഞ്ചിലുണ്ടായിരുന്ന കെ എൻ ജോസഫ് പറഞ്ഞത് എങ്ങനെ രേഖകൾ കൈമോശം വന്നു എന്നത് ഒരിക്കലും സുപ്രീം കോടതിയുടെ വിഷയമല്ല. ഇപ്പോഴാകട്ടെ വന്നിരിക്കുന്നത് റിവ്യൂ പെറ്റീഷനാണ്. റഫേൽ കേസിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെയുള്ള റിവ്യൂ പെറ്റീഷനാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും റിവ്യൂ പെറ്റീഷനിൽ വരേണ്ട ഒരു വാദമല്ല ഇപ്പോൾ ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് കേന്ദ്ര സർക്കാർ ഒരു മറയാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മറയാണ് നോക്കുന്നത് എന്നാണ്. പക്ഷെ അതിന് ഏജ് പറയുന്നത്, അതിനാണ് ഈ 2004 വിധിന്യായം അദ്ദേഹം വായിച്ചത്. ഇത് പ്രകാരം ഈ ഡോക്യുമെന്റ്സ് ലഭിച്ച സോഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. സുപ്രീം കോടതി അത് പരിഗണിച്ചേ മതിയാവൂ. അത് ആ കാര്യം കൂടി പരിഗണിച്ചാൽ മാത്രമേ അതിനാധാരമായ റിവ്യൂ ഹർജിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടയിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അല്പസമയം പറഞ്ഞത്, an accused is having difficulty in proving the innocence, he steals the document shows. അതായത് ഇദ്ദേഹം ഈ എങ്ങനെയാണ് രേഖകൾ ലഭിച്ചത് എന്നതിനെ കുറിച്ച് പറയാൻ കുറ്റാരോപിതരാർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്താം എന്ന രീതിയിൽ CJയും പറയുന്നുണ്ട്. കോടതി അലക്ഷ്യ എന്ന ആവശ്യത്തിൽ പക്ഷേ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. സന്തോഷ്, ഒരു രീതിയിലും പുറത്തു വരാൻ പാടില്ലാത്ത രേഖകളാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് AGയും, എന്നാൽ ഈ എങ്ങനെയാണെങ്കിലും മോഷ്ടിക്കപ്പെട്ട രേഖകളാണെങ്കിൽ പോലും ഈ രേഖകൾ കോടതി പരിശോധിക്കണമെന്ന് ജസ്റ്റിസ് KM ജോസഫും തമ്മിലുള്ള ഒരു വാദപ്രതിവാദം മുറുകുമ്പോൾ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഏത് തരത്തിലാണ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞല്ലോ, KM ജോസഫ് ബെഞ്ചിലുള്ള ജസ്റ്റിസാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ സുപ്രീം കോടതി ബെഞ്ചിന്റെ പരാമർശങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ചീഫ് ജസ്റ്റിസും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെന്റ് ഒരു കാരണവശാലും ഡോക്യുമെന്റിന്റെ മുമ്പിലെത്തിയിരിക്കുന്ന ഡോക്യുമെന്റുകളാണ് കോടതി പരിശോധിക്കുക. അതെങ്ങനെ ലഭിച്ചു എന്നതല്ല കോടതിയുടെ ഇപ്പോഴത്തെ പരിഗണനാ വിഷയമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാരണം കേസിൽ ഹർജിക്കാർ
അല്ലെങ്കിൽ കേസ് ഇപ്പോൾ റിവ്യൂ ഹർജി എടുത്തിരിക്കുന്ന വാദത്തിലെ വിഷയങ്ങളാണ്, ഹർജിയിലെ വിഷയങ്ങളാണ് നോക്കേണ്ടത്. ഇന്ന് രാവിലെ കോടതി ചേർന്നപ്പോൾ തന്നെ പ്രശാന്ത് ഭൂഷൺ ഈ ഹിന്ദുവിന്റെ രേഖകൾ കൊടുത്തപ്പോൾ തന്നെ കോടതി പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള അഡീഷണൽ ആയ വിഷയങ്ങൾ ഇപ്പോൾ കോടതി പരിഗണിക്കുന്നതല്ല. നിലവിൽ റിവ്യൂ ഹർജി വന്നിരിക്കുന്നത്, ആ റിവ്യൂ ഹർജിയിലെ വിഷയങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലുള്ള വാദമാണ് ഇപ്പോൾ വേണ്ടതെന്ന് കോടതി രാവിലെ പറഞ്ഞിരുന്നതാണ്. അതിനുശേഷമാണ് പ്രശാന്ത് ഭൂഷൺ ഈ പുതിയ അഫിഡവിറ്റ് സമർപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ വാദത്തിനിടയിൽ പക്ഷെ വീണ്ടും ഈ രേഖകൾ, ഈ ഹർജിയിൽ ആധാരമായി പറഞ്ഞിരിക്കുന്ന രേഖകൾ ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, ഹിന്ദു, പിന്നെ മറ്റൊരു ഇംഗ്ലീഷ് ദിനപത്രം കൂടിയുണ്ട്, പിന്നെ ഒരു മുതിർന്ന അഭിഭാഷകൻ എന്നാണ് ഏജ് പറഞ്ഞത്, ഇവർ രേഖകൾ മോഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആദ്യം കോടതി ലക്ഷ്യം എടുക്കണം എന്ന ആവശ്യമാണ് ഈ കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. ഇതിന്റെ വാദം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സന്തോഷ്, ഇപ്പോൾ ഈ ഔദ്യോഗിക രേഖകൾ, ഔദ്യോഗിക രഹസ്യ നിയമം പരിഗണിച്ച് ഈ രേഖകൾ, മോഷ്ടിക്കപ്പെട്ട രേഖകൾ പരിഗണിക്കരുതെന്നുള്ള എജിയുടെ ആ ഒരു പ്രതിവാദങ്ങളോട് തീർച്ചയായും സുപ്രീം കോടതി ഇപ്പോൾ ഒരു എതിർക്കുന്ന ഒരു സമീപനം തന്നെയല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പോൾ റഫാൽ വിഷയം സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്ന നിലപാടുകളാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ചിറകിനടിയിൽ ഒളിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ആണ്. ചർച്ച് ആക്ട് ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ. മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്നും മതമേലധ്യക്ഷന്മാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന് ഹൈക്കോടതിയുടെ വിമർശനം. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ലായിരുന്നുവെന്നത് മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചു. മറ്റുള്ളവരുടെ മൌലികാവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ലെന്നും പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ ഹർത്താലിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത സംഭവത്തിൽ പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. മിന്നൽ ഹർത്താൽ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ക്രൂരമായ കൊലപാതകത്തോട് പൊടുന്നനെയുള്ള പ്രതികരണമായിരുന്നു ഹർത്താൽ ആഹ്വാനം എന്നുമായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ വാദം. ഈ വാദം കേട്ട കോടതി ഡീനിനെ രൂക്ഷമായി വിമർശിച്ചു. മിന്നൽ ഹർത്താലുകൾ തടഞ്ഞുകൊണ്ടുള്ള കേസിൽ കക്ഷിയല്ലായിരുന്നു എന്നത് മതിയായ ന്യായീകരണമാണോ എന്ന് കോടതി ചോദിച്ചു. മറ്റുള്ളവരുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. പ്രകോപനം എന്തായാലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. ആര് ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്നതല്ല, മിന്നൽ ഹർത്താൽ നടന്നു എന്നതാണ് വിഷയമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. പൊതുതാൽപര്യ ഹർജികളിലെ ഉത്തരവ് എല്ലാവർക്കും ബാധകമാണ്. ഏത് ഹർത്താലിനും മുൻകൂർ നോട്ടീസ് നൽകണം. മുൻകൂർ നോട്ടീസ് നൽകുന്നത് ഹർത്താലിൽ അക്രമം നടത്താനുള്ള അനുമതിയല്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം UDF കാസർഗോഡ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നില്ലെങ്കിൽ അത് നിഷേധിക്കാൻ ഭാരവാഹികൾക്ക് ബാധ്യതയുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സംഘടനാ നേതാവ് ഹർത്താലിനെ പറ്റി അറിയില്ലെന്ന് പറയുന്നത് തെറ്റെന്നും സർക്കാർ വാദിച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും UDF ഹർത്താലിനെ പറ്റി പറഞ്ഞിരുന്നു എന്നും സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതേസമയം കേസ് 18-ന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി. പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഡീൻ കുര്യാക്കോസ് ഫേസ്ബുക്കിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് 7 ദിവസം മുൻപേ നോട്ടീസ് നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് മിന്നൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. തുടർന്നാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മത്സരിക്കുമെന്ന് ആവർത്തിച്ച കേരള കോൺഗ്രസ് എം വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് MLA കോട്ടയത്ത് മത്സരിക്കാൻ ഒരുക്കമാണെന്നും നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. 3ാം വട്ട ഉഭയകക്ഷി ചർച്ചയിലും കേരള കോൺഗ്രസ് എമ്മിന് 2 സീറ്റില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയതോടെ സീറ്റിനായി കേരള കോൺഗ്രസ് എമ്മിൽ അംഗം മുറുകി. പാർട്ടിക്ക് ലഭിച്ച ഏക സീറ്റിൽ മത്സരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് MLA. കോട്ടയത്ത് പാർട്ടി മത്സരിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ജോസഫ് വെച്ചു പുലർത്തുന്നത്. ഇന്ന് നാളെ വൈകുന്നേരം ഞങ്ങൾ പാർലമെന്റ് പാർട്ടി കൂടുന്നുണ്ട്. അതിനുശേഷം എന്തായാലും കോട്ടയം സീറ്റ് എന്നുള്ള ഒരെണ്ണം ഉറപ്പായല്ലോ. മത്സര രംഗത്ത് നേരത്തെ ഉണ്ടാകുന്ന PJ അങ്ങനെ പറഞ്ഞു, അതിൽ നിന്ന് മാറ്റില്ല, അത് തന്നെ ഇങ്ങനെ ഉറച്ചിരിക്കുന്നു. ഇല്ല, അത് തന്നെ ക്ലിയറായിട്ട് പറഞ്ഞു, പാർട്ടി സീറ്റ് നൽകിയാൽ മത്സരിക്കും. അതേസമയം ജോസഫിനെ മാണി വിഭാഗം തഴയാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാർട്ടിയിലെ ഭൂരിപക്ഷം കൊണ്ട് ജോസഫിനെ മറികടക്കാമെന്ന് മാണി വിഭാഗം കണക്കുകൂട്ടുന്നു. എന്നാൽ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ ജോസഫിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ജോസഫ് ഗ്രൂപ്പ് പങ്കുവയ്ക്കുന്നത്.
വ്യാഴാഴ്ച നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പാർട്ടി പിളരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ജോസഫിനോട് അടുത്തു നിൽക്കുന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റിൽ തീരുമാനമായില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസുമായും UDF-ഉമായും ചർച്ച തുടരുമെന്നും 9-ന് ചേരുന്ന പ്രവർത്തക സമിതിക്ക് മുമ്പായി അന്തിമ തീരുമാനമുണ്ടാകുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിന് 3ാം സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നോട്ടു പോവാതെ ചർച്ചകൾ തുടരാനാണ് മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചത്. UDF-ലും കോൺഗ്രസുമായും ആവശ്യമുണ്ടെങ്കിൽ ചർച്ചകൾ തുടരുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഈ എത്ര സീറ്റിൽ മത്സരിക്കുന്നത്, അതുപോലെ തന്നെ അതിന് മറ്റെന്തെങ്കിലും വിശദാംശമുണ്ടോ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾ UDF-ലുണ്ടായ ചർച്ച ചെയ്യും. അത് വർക്കിംഗ് കമ്മിറ്റി ആലോചിച്ചു. അതിന് മുമ്പ് വേണമെങ്കിൽ UDF ഇനി സംസാരം വേണമെങ്കിൽ ഇനി നടത്തും. അതാണ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഒരേറ്റൊരു ഇൻട്രാക്ഷൻ കൂടി വേണമെങ്കിൽ അതും ഞങ്ങൾ നടത്തും. മിനിയാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ആവശ്യമാണെങ്കിൽ ഇനി നടത്തുന്ന അവരും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു. ഈ മാസം 9-ന് കോഴിക്കോട്ട് ചേരുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിക്ക് മുമ്പായി അന്തിമ തീരുമാനത്തിലെത്തുകയാണ് ലക്ഷ്യം. നേരത്തെ ലീഗ് വിട്ടുനൽകിയ രാജ്യസഭാ സീറ്റ് തിരിച്ചു നൽകുക, ഒപ്പം ഒരു നിയമസഭാ സീറ്റ് അധികമായി അനുവദിക്കുക തുടങ്ങിയ ബദൽ നിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ പ്രവർത്തക സമിതിയും ചർച്ച ചെയ്യും. മുന്നണിയിൽ കുഴപ്പങ്ങളുണ്ടാക്കാതെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഹൈദരലി തങ്ങളുടെ അഭിപ്രായം. അതേസമയം മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പൊന്നാനി, മലപ്പുറം മണ്ഡലങ്ങളിൽ നിലവിലെ സ്ഥാനാർത്ഥികൾ മാറേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ തീരുമാനിക്കാനും സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാനും വിളിച്ചു ചേർത്ത CPI ദേശീയ നിർവാഹക സമിതി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. കേരളത്തിലെ CPI സ്ഥാനാർത്ഥികളുടെ പട്ടികയും യോഗം അംഗീകരിക്കും. BJP-യെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സഖ്യങ്ങളും ധാരണകളും രൂപീകരിക്കുന്നത് സംബന്ധിച്ചാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. വിവിധ സംസ്ഥാനങ്ങളിൽ മതേതര കക്ഷികളുമായി സഖ്യമുണ്ടാക്കാനാണ് ആലോചന. ഇത് സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയായി മത്സരിക്കാനും തീരുമാനിക്കും. Arrangements with some secular parties, if not all over the country, in some states where it is possible to have between the CPI left and other secular parties. In the states where this is not possible, the left parties will fight. സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യവും ഇന്നും നാളെയുമായി നടക്കുന്ന യോഗം ചർച്ച ചെയ്യും. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ സംസ്ഥാന കമ്മിറ്റികളോട് സ്ഥാനാർത്ഥി പട്ടിക ആവശ്യപ്പെട്ടിട്ടുണ്ട്. പട്ടികയ്ക്ക് യോഗം അംഗീകാരം നൽകും. കേരളത്തിലെ 4 സീറ്റുകളിലേക്ക് സംസ്ഥാന കമ്മിറ്റി നൽകിയ പട്ടികയും എതിർപ്പുകളില്ലാതെ അംഗീകരിക്കും. JNU മുൻ വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷൻ കന്നയ്യകുമാർ ബീഹാറിലെ ബെഗുസരായ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നതിലും തീരുമാനമുണ്ടാകും. ജില്ലാ കമ്മിറ്റി കന്നയ്യയുടെ പേര് ശുപാർശ ചെയ്തതായി സുധാകർ റെഡ്ഡി സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജയസാധ്യതയാണ് 20 സീറ്റുകളിലും LDF പരിഗണിക്കുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. CPIയുടെ സ്ഥാനാർത്ഥി പട്ടിക ദേശീയ എക്സിക്യൂട്ടീവ് നൽകുകയാണ് ചെയ്തത്. 8-ന് LDF യോഗത്തിന് ശേഷമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവാദവുമില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും വ്യക്തമാക്കി. CN ജയദേവൻ തന്നെയാണ് രാജാജി മാത്യു തോമസിന്റെ പേര് നിർദ്ദേശിച്ചതെന്നും സുധാകർ റെഡ്ഡി പറഞ്ഞു. അതിപ്പോൾ വിജയസാധ്യത ആണ് ഞങ്ങളുടെ പ്രധാന പരിഗണന. അപ്പോൾ ജയിക്കാൻ ഇപ്പോൾ അവിടെ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കുക. അതാണ് LDF ചെയ്തിട്ടുള്ളത്. 8-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം LDF യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. There is no controversy. As far as I know, I never heard about any such controversy. And that the district party, as I know, has recommended his name also. His name was first. But he declined to contest. ആലപ്പുഴ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ പൈപ്പ് സ്ഥാപിച്ചതിന് പിന്നിൽ വ്യാപക ക്രമക്കേട് നടന്നതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. വാട്ടർ അതോറിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായ ടെക്നിക്കൽ മെമ്പർ രവീന്ദ്രൻ, ഡിസൈൻ ചീഫ് എഞ്ചിനീയർ സേതുകുമാർ, ഗിരീഷൻ എന്നിവർ അടങ്ങുന്ന സംഘമാണ് കരുമാടിയിലെത്തി പരിശോധന നടത്തിയത്. വിശദമായ റിപ്പോർട്ട് നാളെ സർക്കാരിന് സമർപ്പിക്കും. ആലപ്പുഴ കുടിവെള്ള പദ്ധതിക്ക് ഉപയോഗിച്ച പൈപ്പുകൾ ഗുണനിലവാരമില്ലാത്തവയെന്ന റിപ്പോർട്ട് അമ്പലപ്പുഴ MLAയും മന്ത്രിയുമായ G. സുധാകരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ കരുമാടിയിലെത്തി പരിശോധന നടത്തിയത്. 6 കിലോമീറ്ററിലധികം പൈപ്പുകൾ ഗുണനിലവാരം കുറഞ്ഞതും ഇതിൽ 1400 മീറ്റർ നീളത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത തീരെ ഗുണനിലവാരമില്ലാത്ത പൈപ്പുകളാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും
ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അത് എന്തായാലും റീപ്ലേസ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു 1400 മീറ്റർ ഉണ്ട്. അതിലാണ് നമുക്ക് ഈ പൊട്ടൽ മുഴുവൻ ഉണ്ടായത്. പൊട്ടിയതുകൊണ്ടാണല്ലോ ഗുണനിലവാരം കുറഞ്ഞതെന്ന് പറയുന്നത്. നമ്മൾ ആ ഏരിയ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ കൂടി ചെയ്യണം. എന്തായാലും ശാശ്വതമായ ഒരു പരിഹാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പൈപ്പുകൾ ഉപയോഗിച്ചത് മൂലമാണ് നിരന്തരം പൈപ്പുകൾ പൊട്ടുന്നതും കുടിവെള്ളം പാഴാകുന്നതിനും കാരണം. ഇതുമൂലം ദേശീയ നിലവാരമുള്ള റോഡ് തകർന്ന് 7 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പിന് മാത്രമുണ്ടായത്. വാട്ടർ അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിച്ചതെന്നും ആക്ഷേപമുണ്ട്. പദ്ധതിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നാളെ ഉദ്യോഗസ്ഥർ സർക്കാരിന് സമർപ്പിക്കും. ആലപ്പുഴ നഗരസഭയ്ക്കും സമീപത്തെ 8 പഞ്ചായത്തുകൾക്കും പൂർണ്ണമായി കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ പദ്ധതിയുടെ മറവിൽ കോടികളുടെ അഴിമതികൾ നടന്നതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചുവെന്നാണ് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ വകുപ്പ് മന്ത്രിക്ക് കൈമാറും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം ഷാജഹാൻ. മലയാളികളുടെ പ്രിയങ്കരനായ ഗായകൻ കലാഭവൻ മണിയുടെ ചരമദിനമാണ് ഇന്ന്. യുഎഇയിൽ നിന്നും ഒരു പ്രവാസി ഗായകൻ കലാഭവൻ മണിയെ അനശ്വര ഗാനത്തോടെ ഓർക്കുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കാലം എത്ര കഴിഞ്ഞാലും മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടനും ഗായകനുമായ കലാഭവൻ മണി. പ്രവാസികളുടെ മനസ്സിൽ നാടൻ പാട്ടിന്റെ ഹൃദയതാളവുമായി എത്തുന്ന മണിയുടെ ഓർമ്മകളിൽ ഒരു പ്രവാസി ഗായകൻ ആ ഗാനങ്ങൾ ആലപിക്കുന്നു. റബ്ബർ പാൽ പോലൊരു പെണ്ണേ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. മണിയുടെ ഓർമ്മകളിൽ എന്നും ആ ഗാനങ്ങൾ ആലപിക്കുന്ന കാസർഗോഡ് സ്വദേശി കുഞ്ഞികൃഷ്ണൻ കോട്ടിക്കുളം കണ്ണീരോടെ മണിയെ ഓർക്കുന്നു. മണിച്ചേട്ടനെ കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പോയി കണ്ടിരുന്നു. അപ്പം മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അടുത്ത വേദിയിൽ ഒരുമിച്ച് നമുക്ക് പാടാമെന്ന്. പക്ഷെ അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. കണ്ടോ ദൈവങ്ങളെ, കണ്ടോ എൻ ദൈവമേ, എൻ്റെ മൂത്തിനെ കണ്ടോരുണ്ടോ? നാടൻ പാട്ടുകൾ ചേലായി പാടാനായി ഇലിയാരുണ്ടാകും ഈ മണ്ണിലെ, ഇലിയാരുണ്ടാകും ഈ മണ്ണിലെ. കണ്ടോ എൻ ദൈവമേ, കണ്ടോ എൻ ദൈവമേ, എൻ്റെ മൂത്തിനെ കണ്ടോരുണ്ടോ? എൻ്റെ മൂത്തിനെ കണ്ടോരുണ്ടോ? എൻ്റെ മൂത്തിനെ കണ്ടോരുണ്ടോ? പ്രവാസികൾക്കിടയിൽ കലാഭവൻ മണി എന്നും ജീവിക്കുന്ന ഓർമ്മയായി നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്.